Welcome into Complementary Physics for BSc Main Chemistry and Mathematics students, Semester 2, paper Thermal Physics. And today we discuss a question paper, a model question paper. All the important questions are read here. And this is the 31st lecture and it is the last lecture in this series, in this paper. Model question paper 4, Complementary Physics, Thermal Physics, Semester 2 for BSc Main Chemistry at the Mathematics students. അപ്പോൾ കെമിസ്ട്രി മെയിൻ മാത്തമാറ്റിക്സ് മെയിൻ സ്റ്റുഡൻസിൻ്റെ കോംപ്ലിമെൻ്ററി ഫിസിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ പറയുന്നത്. മോഡൽ പേപ്പറാണ്. ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാമിനേഷൻ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. എല്ലാത്തിൻ്റെ ഉത്തരവും നമ്മുടെ നോട്ടിനകത്ത് പ്രീവിയസ് ക്ലാസ്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലാസ് നമ്പർ 31 ആണ്, ലാസ്റ്റ് ക്ലാസ്, സെമിസ്റ്റർ 2. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമില്ല. നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ നോട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ആകെ ഇവിടെ 80 മാർക്സാണ് 3 hours പേപ്പർ. നിങ്ങളുടെ സാധാരണ യൂഷ്വൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾ കോവിഡ് ഒക്കെ ആണെങ്കിൽ ക്വസ്റ്റിൻ്റെ എണ്ണമൊക്കെ കൂടും, കുറച്ചുകൂടി ലിബറലായിട്ട് മാറും. ഇവിടെ ഞാൻ സാധാരണ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഒരു ഡബിൾ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഡബിളായിട്ട് കൊടുത്തിരിക്കുന്നത് കാരണം നിങ്ങൾ കൂടുതൽ പഠിക്കാൻ വേണ്ടിയാണ്. ചില ക്വസ്റ്റ്യൻസ് എല്ലാം ഡബിളായിരിക്കും. ഒരു ബാർട്ട് ഞാനത് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എങ്കിലും ഒരെണ്ണമായിട്ടാണ് ചോദിക്കുകയുള്ളൂ. 2 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സെക്ഷൻ എ, ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ്, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 മാർക്ക്. അപ്പോൾ ആദ്യത്തത് 10 ക്വസ്റ്റ്യൻസ് കമ്പൽസറി ആണ്. 1 മാർക്ക് വെച്ചാണ് ഓരോ ക്വസ്റ്റ്യനും. അപ്പോൾ അത് ഏതെങ്കിലും അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് നഷ്ടപ്പെടും. കാരണം ഇപ്പോൾ മുഴുവൻ മാർക്ക് വാങ്ങിക്കണമെങ്കിൽ ഈ ചോയ്സ്, ഫസ്റ്റ് പാർട്ടിലെ ചോയ്സിൽ ഒന്ന് പോലും അറിയാത്ത സാഹചര്യം, എല്ലാം അറിയണം. ഏതെങ്കിലും അറിഞ്ഞുകൂടെങ്കിൽ ആ മാർക്ക് പോകും. അതാണ് ഈ ഫസ്റ്റ് പാർട്ടിൻ്റെ പ്രത്യേകത. ചോയ്സ് ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 1, ഡിഫൈൻ തെർമൽ കണ്ടക്ടിവിറ്റി. ബാറിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വാട്ട് ഈസ് തെർമൽ ഡിഫ്യൂസിവിറ്റി? എല്ലാം നോട്ട് നോക്കിയാൽ മതി. ആ പ്രീവിയസ് ക്ലാസ് നിങ്ങൾ എഴുതിയ നോട്ടും നോക്കിയാൽ മതി. നമ്പർ 2, വാട്ട് സ്റ്റേറ്റ് വിയറ്റ്മാൻ ഫ്രാൻസ് ലോ. ബാർ സ്റ്റേറ്റ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 3, സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ബാർ കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ഈസ് സൈക്ലിക് പ്രോസസ്? ക്വസ്റ്റ്യൻ നമ്പർ 4, ഷോ ദാറ്റ് SI equal gamma SI. SI means adiabatic elasticity. Adiabatic elasticity is gamma times isothermal elasticity. Next question is Carnot engine practically possible explain. Question number 5, what is indicator diagram? Next question, define entropy, give its unit. Question number 6, state 0th law of thermodynamics. Barrett state Stefan's law. That is in tables. You can refer tables inside the examination hall and write. Number 7, state the second law of thermodynamics. Bar, give a brief note on black body spectrum. Next question, the 70 question is repeated. Next question 8th, state Wien's displacement law, explains Rayleigh-Jeans law. ഇപ്പോൾ വിയൻസ് ലോ ഒക്കെ ടേബിൾസിനകത്തുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 9, സ്റ്റേറ്റ് പ്ലാങ്ക്സ് ലോ. ദാറ്റ് ഈസ് ഓൾസോ ഇൻ ദ ടേബിൾസ്, മാത്തമാറ്റിക്കൽ ടേബിൾസ്. എക്സ്പ്ലെയിൻ പ്ലാങ്ക്സ് ഹൈപ്പോത്തിസിസ്. ക്വസ്റ്റ്യൻ നമ്പർ 10, വാട്ട് ഈസ് എൻട്രോപ്പി ഇൻ ഐസോബാറിക് പ്രോസസ് ഓർ ഐസോകോറിക് പ്രോസസ്? വി ഹാവ് ഡിസ്കസ്ഡ്. സെക്ഷൻ ബി, ആൻസർ ഇൻ 8 questions, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 marks. അപ്പോൾ ഇത് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇവിടെ ചോയ്സ് ഉണ്ട്. 12 ക്വസ്റ്റ്യൻ തരും, 8 എഴുതിയാൽ മതി. അങ്ങനെ ഒരു ചോയ്സ് ഉള്ള ഒരു പാർട്ടാണിത്. ഇവിടെ 1-2 അറിഞ്ഞുകൂടെങ്കിലും നിങ്ങൾക്ക് മുഴുവൻ മാർക്കും എഴുതി വാങ്ങാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 11, ഒബ്റ്റൈൻ ന്യൂട്ടൺസ് ഓഫ് കൂളിംഗ് ഫ്രം സ്റ്റെഫാൻസ് ലോ. ബാർ, ഗിവ് എ നോട്ട് ഓൺ ടെമ്പറേച്ചർ ഓഫ് സൺ. ക്വസ്റ്റ്യൻ നമ്പർ 12, അപ്ലൈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ടു ബോയിലിംഗ് പ്രോസസ്. നെക്സ്റ്റ്, വാട്ട് ആർ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്? നമ്പർ 3, ഷോ ദാറ്റ് EA is gamma EI. The meaning is adiabatic elasticity. Adiabatic elasticity. The previous question is slope ആണ്. Slope ആണ് കേട്ടോ. ഞാനത് ഇവിടെ ഇലാസ്റ്റിസിറ്റി എന്ന് വായിച്ചു തോന്നുന്നു നേരത്തെയുള്ള ക്വസ്റ്റിനകത്ത്. അത് സ്ലോപ്പാണ്.
ഇത് ഇലാസ്റ്റിസിറ്റിയാണ്. രണ്ടും നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരേ തരത്തിലാണല്ലോ. നിങ്ങൾ പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഷോ ദാറ്റ് EA, adiabatic elasticity, is gamma times isothermal elasticity. Then next question, give a note on temperature of sun. You remember, elasticity we write as E and slope we write as S. Show that SI equal to gamma SI, that is slope. Show that EI is equal to gamma EI, that is elasticity. Both the questions will derive in the same manner. You refer your notes. Next question. Next question. State and explain second law of thermodynamics. Explain the principle of refrigerator. Refrigerator principle is a reverse heat engine in the working in the reverse direction. Question number 15. Compare a petrol engine and a diesel engine or derive expression for work done in isothermal process. Derive expression for isothermal work എന്ന് മതി. Derive expression for isothermal work. The work done എന്ന് വിട്ടേക്കുക. Question number 16. Give a note on entropy, disorder and probability. Draw diagram of Otto cycle. Number 17. Describe a T diagram. State Vietnam France law. അത് റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. Question number 18. Compare Carnot engine and petrol engine. Next question is 10% efficiency possible for a Carnot engine? No എന്നാണ് ഉത്തരം. നിങ്ങൾക്കറിയാം. Number 9. Define solar constant. Next question. Identify source and sink in petrol engine. You know, the source is the cylinder itself. Sink is atmosphere. Number 20. Explain the principle of increase of entropy. What is available energy? Question number 21. State the second law of thermodynamics in terms of entropy. Define Carnot cycle. ആ ഗ്രാഫ് വരച്ച് ഒന്ന് പറഞ്ഞാൽ മതി. ABCDA. It contains 2 adiabatics and 2 isothermals എന്നുള്ള പാർട്ട്. 22nd question. Give the efficiency of Carnot engine bar derive expression for efficiency of heat of Carnot engine. ഇപ്പോൾ ഡെറിവേഷൻ 2 മാർക്കാണ്. ഇപ്പോൾ ലെങ്തിയാണ്. അടുത്ത സെക്ഷൻ C പ്രോബ്ലമാണ്. Problem. Answer any 4 problems. 6 problems will be asked. The opposite faces of a rectangular block of iron are kept in contact with a block of ice and steam at 100 degrees Celsius. The area of cross-section of the block is 4 centimeters square and thickness 1 centimeter. Determine the mass of ice that will melt in 20 minutes. LH of ice is 333 into 10 cubed joule per kg and K thermal conductivity equal 59 watt meter raised to minus 1 K raised to minus 1. And that problem is done in our class. Next problem. The operating temperature of a tungsten filament is the operating temperature of a tungsten filament is tungsten filament in 100 watt lamp. The operating temperature of a tungsten filament in 100 watt lamp is Lamp is 240 K and relative emittance is point 0.35. Find the
surface area of the filament. That we have done in the class. Next problem. A motor car tire has a pressure of 3 atmosphere at a room temperature 27 degrees centigrade. If the tire suddenly bursts, calculate the resulting temperature. Next question. A Carnot engine has an efficiency of 0.2. When the temperature of sink is lowered by 20 degrees centigrade, the efficiency increases, becomes 0.25. Find the temperature of source and sink. We have done in the class. Next, find the efficiency of a diesel engine whose expansion ratio is 10 and compression ratio is 15. That is also we have done. Next, 50 gram of water at 50 degrees centigrade and 80 gram of water at 40 degrees centigrade are mixed together. Calculate the net change in entropy. Specific heat of water is 4200 joule kg raised to minus 1 k raised to minus 1. That also we have done, and you know the resulting temperature is 30.4. When the cold water and hot water are mixed here, the resulting temperature is 30.4 degrees Celsius. We have seen it. And you calculate the entropy also, which is about, I think it is 4.5 something, 0.45 something. And next problem, the volume of a gas in a cylinder at 330 K is suddenly halved. What is resulting temperature? The volume of a gas in a cylinder at 330 K is suddenly halved. What is the resulting temperature? So it is adiabatic compression, and you have to take gamma 1.4. In this problem, you have to take gamma 1.4. Number 30. Find the efficiency of a Carnot engine working between steam point and ice point. You know steam point is 100 degrees Celsius, which is 373 K, and ice point is 0 degrees Celsius, which is 273 K. Next, 21st problem. Find the 31st problem. Find the change in entropy when 20 gram of water is heated from 30 degrees C to 40 degrees Celsius. C of water, specific heat of water is 4200 joule kg raised to minus 1, K raised to minus 1. 6 into 4, 24 marks. And now comes a question. There are 4 essays will be asked, and you have to answer only 2. Here I have given 8 essays for your better understanding. Number 32. Describe the theory. The list is a method to determine thermal conductivity of bad conductor. Thermal conductivity of bad conductor. அடுத்த question. Bar. Define solar constant. How is it determined under determined using? How is it determined using? Angstrom per kilometer. Solar constant കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? Next essay question. Determine the describe the working of petrol engine, auto engine, derive an expression for its efficiency. Bar, explain with the diagram. Explain with the diagram. The working of diesel engine, derive an expression for efficiency. അപ്പോൾ കാർനോട്ട് എഞ്ചിൻ, ഓട്ടോ എഞ്ചിൻ, അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ. കാർനോട്ട് എഞ്ചിൻ, പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ, അത് 3 പഠിച്ചാൽ ഒരു എസ്സേ തീർച്ചയായിട്ടും കിട്ടും. അങ്ങനെയാണ് കാണുന്നത്. നമ്പർ 34. കാൽക്കുലേറ്റ് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി 1 in reversible process, 2 in irreversible process, and 3 when ice എന്ന് എഴുതി ചേർക്കണം. അവിടെ ഐസ് അവിടെ വിട്ടുപോയല്ലോ, ഐസ് അത് കട്ട് ചെയ്ത് പോയി. വെൻ ഐസ് ചേഞ്ചസ് ഇൻ ടു സ്റ്റീം, ഐസ് എന്നാക്കണം, ഐസ് എന്ന് ചേർക്കണം. വെൻ കഴിഞ്ഞിട്ട് ഐസ് എന്ന് ചേർക്കണം. ഐസ് ചേഞ്ചസ് ഇൻ ടു സ്റ്റീം. നമ്പർ 35. ഡിറൈവ് ഇക്വേഷൻ ഫോർ adiabatic process or derive expression for work done in adiabatic process. adiabatic വർക്കിൻ്റെ ഡെറിവേഷൻ അല്ലെങ്കിൽ adiabatic ഇക്വേഷൻ, 2 സെപ്പറേറ്റ് എസ്സേസ്. 2 into 15, 30 marks.
These are the important questions. You study all these questions, and if you study all of them, you can perform well in the examination. Best of luck. Thank you very much.